Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ഒറ്റപ്പാലം നഗരസഭ മുൻ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ നഗരസഭാ കൗൺസിലർ അക്ബർ സിയാസ് രംഗത്ത്. ഈ ഭാഗത്ത് മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന പരിസരമാണെന്നും മഴവെള്ളം ഉൾപ്പെടെ ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചു RDO, ഒറ്റപ്പാലം സബ് കളക്ടർ എന്നിവർക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഈ പ്രദേശത്തെ ചന്തക്കുളം, ഇമ്പീരിയൽ കോളനി എന്നീ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും കുടിവെള്ള സ്രോതസ്സുകളിൽ മലിനജലം നിറയുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. ബസ് സ്റ്റാൻഡിന് സമീപത്തെ തണ്ണീർത്തടമായി പ്രഖ്യാപിക്കപ്പെട്ട സ്വകാര്യ സ്ഥലത്ത് മണ്ണിട്ട് നികത്തി ഭൂമി പരിവർത്തനം ചെയ്താണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. നിലവിൽ ഈ സ്ഥലത്തിനാണ് KLU ലഭിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം നടന്നതോടുകൂടി ഈ ഭാഗത്തെ ഡ്രൈനേജ് സംവിധാനം താറുമാറായെന്നും നിലവിൽ ഡ്രൈനേജ് സംവിധാനം ഇല്ലാതെയാണ് സ്റ്റാൻഡിന്റെ പരിസരത്തെ സ്ഥലങ്ങൾക്ക് KLU നൽകുന്നതെന്നും മുൻ കൗൺസിലർ അക്ബർ സിയാസ് ആരോപിക്കുന്നു. നിലവിലെ ഭൂമി പരിവർത്തനവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഡ്രെയിനേജ് സംവിധാനവും ഇല്ലാതെയാണ് ഇന്ന് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭൂമി പരിവർത്തനത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. നഗരസഭ മുൻപ് ഫ്രീസ് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ കെട്ടിടാനുമതി നൽകിയതെന്നും കോടതി വിധി മൂലമാണ് അനുമതി നൽകുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും എന്നാൽ കേസിന് നഗരസഭ ഹാജരാവാതെ ഇരിക്കുകയും ചെയ്യുകയായിരുന്നു എന്നും അക്ബർ സിയാസ് ആരോപിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭ ഫ്രീസിങ് ചെയ്യാൻ വേണ്ടി കൊടുത്ത സ്ഥലത്ത് ഇന്നിപ്പോൾ ഒരു ബിൽഡിംഗ് പെർമിറ്റ് മുനിസിപ്പാലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ളത്. ഇന്നിപ്പോൾ ഇതിനൊക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് തുടങ്ങിയത് പറയുന്ന ഒരുപാടുണ്ട്. 2021 മുതൽ തുടങ്ങിയ വിഷയങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഒരു ബിൽഡിംഗ് കയറിയിട്ടുണ്ട്. അതിൽ ഇതുവരെ നമ്പർ കിട്ടിയിട്ടില്ല. അതിൽ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഇത് വേറെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് SC കോളനിൻ്റെ അവിടെ കയറിയിട്ടുണ്ട്. അതൊക്കെ കൊടുത്തത് കോടതി ഉത്തരവ് കൊണ്ടാണെന്ന് പറയുന്നത്. ഈ കോടതി ഉത്തരവ് മാത്രമേ ഞങ്ങളോട് പറയാറുള്ളൂ. ഇത് എക്സ്പേർട്ട് വിധിയാണ്. അന്നത്തെ സെക്രട്ടറി ഉൾപ്പെടെ അഴിമതി നടത്തിയെന്നും ഇതേ ആവർത്തനം തന്നെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നതെന്ന് സംശയമുണ്ടെന്നും അക്ബർ സിയാസ് പറയുന്നു. ഒറ്റപ്പാലം നഗരസഭ ഹാജരാവാതെ അതിന് എക്സ്പേർട്ട് വിധിയായിട്ട് വന്നത് തോടിൻ്റെ ഓരത്ത്, നിങ്ങൾക്ക് അറിയാം, ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് പോകുന്ന സമയത്തുള്ള തോടിൻ്റെ ഓരത്തുള്ള ഒരു കെട്ടിടം. അത് കണ്ടാൽ തന്നെ ആരും പറയും ഗാനാധികൃത കെട്ടിടമാണെന്ന്. കാരണം തോടിൻ്റെ 1 മീറ്റർ പോലും വിടാതെയാണ് അത് കെട്ടിയിട്ടുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒറ്റപ്പാലം നഗരസഭയിൽ അന്നത്തെ ചാർജ് വഹിച്ചിരുന്ന സെക്രട്ടറി ഉൾപ്പെടെ വൻ അഴിമതിക്കാണ് കൂട്ടുനിന്നിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് താൻ സബ് കളക്ടർ ഓഫീസിനു മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയതെന്നും പ്രതിഷേധത്തെ തുടർന്ന് സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചതായും റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അക്ബർ സിയാസ് പറഞ്ഞു. ഇപ്പോൾ എനിക്കിതിപ്പോൾ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഇത് തന്നെയാണോ എന്നാണ് എൻ്റെ ബലമായ സംശയം. കാരണം ഇത്രയും മാസമായിട്ട് ഇതിന് കൊടുത്തിട്ട് ഇതിന് ഒരു മറുപടി തരണ്ടേ. ഇന്ന് ഞാൻ അവിടെ പോയി കുത്തിയിരുന്നു. സബ് കളക്ടറല്ല കേട്ടോ, സബ് കളക്ടർ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. താഴത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ട് പോലും അവർ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വളരെ സങ്കടവും ദേഷ്യവും കാരണം തന്നെയാണ് ഇന്ന് ഞാൻ അവിടെ കുത്തിയിരുന്നത്. ആ കുത്തിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് സബ് കളക്ടർ ഒന്ന് പരിശോധിച്ച് പോയിട്ടുണ്ട്. ബാക്കി വരും ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യമായ മറുപടി കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇന്നിപ്പോൾ ഈ ഇമ്പീരിയൽ കോളനി നിവാസികളും അതേപോലെ തന്നെ ചന്തക്കുളം SC കോളനി നിവാസികളൊക്കെ നിൽക്കുന്നത്.